ഹേയ്, അസ്സലാമു അലൈക്കും. എപ്പോഴെങ്കിലും നിങ്ങൾ സ്നേഹിച്ചവരിൽ നിന്ന് നിങ്ങൾ ചതിക്കപ്പെട്ടിട്ടുണ്ടോ? അത്രമേൽ നിങ്ങൾ വിശ്വസിക്കപ്പെട്ടവരിൽ നിന്ന് നിങ്ങൾ ചതിക്കപ്പെട്ടിട്ടുണ്ടോ? സോ ഇന്നെനിക്ക് നമ്മുടെ യൂസുഫ് നബി അലൈഹിസ്സലാമ തങ്ങളുടെ കഥയെക്കുറിച്ചാണ് പറയാനുള്ളത്. വിഷമത്തിൻ്റെയും ചതിയുടെയും പൊരുത്തത്തിൻ്റെയും പറഞ്ഞ ഒരു കഥ. നമ്മളുടെ മനസ്സിൻ്റെ മുറിവുകൾ ഉണക്കാനും അതേപോലെ തന്നെ ഒരു തകർന്ന മനസ്സിന് വീണ്ടും സമാധാനം കണ്ടെത്താനും ഈ കഥ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. യാക്കൂബ് നബി അലൈഹിസ്സലാമ തങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു മകനായിരുന്നു യൂസുഫ് നബി. ഒരിക്കൽ യൂസുഫ് നബി ഒരു സ്വപ്നം കണ്ടിരുന്നു. ഒരു 11 നക്ഷത്രവും ഒരു സൂര്യനും ഒരു ചന്ദ്രനും എന്നോട് പ്രണാമം പറഞ്ഞതായി ഞാൻ സ്വപ്നം കണ്ടു. അദ്ദേഹത്തിന്റെ ചെറുപ്പത്തിലായിരുന്നു ഈ സ്വപ്നം കണ്ടത്. അങ്ങനെ ഇത് യാക്കൂബ് നബിയോട് പറഞ്ഞു. യാക്കൂബ് നബിക്ക് എന്തോ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യം യൂസുഫ് നബിയിൽ തോന്നിയിട്ടുണ്ടായിരുന്നു. തന്റെ സ്വന്തം ബ്രദേഴ്സ്, അവരുടെ മനസ്സ് യൂസുഫ് നബിയോടുള്ള അസൂയയായി നിറഞ്ഞു. അവരെല്ലാവരും ചേർന്ന് യൂസുഫ് നബി അലൈഹിസ്സലാമ തങ്ങൾക്കെതിരെ ഒരു പദ്ധതി നടത്തി. ഒരു ദിവസം അവരെല്ലാവരും കൂടെ ചേർന്നിട്ട് യൂസുഫ് നബിയെ ഒരു പൊട്ട കിണറ്റിലിട്ടു. ആ കിണറ്റിന് നല്ല ആഴം ഉണ്ടായിരുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങൾ അങ്ങനെ ചതിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെ അവസ്ഥ എന്തായിരിക്കും? ഒറ്റയ്ക്ക് ആരുമില്ലാതെ ആവുന്നൊരവസ്ഥ. പക്ഷേ യൂസുഫ് നബിയുടെ വിശ്വാസം, യൂസുഫ് നബിക്ക് അള്ളാഹുവിലുള്ള വിശ്വാസം ഒരു നിമിഷം പോലും പോയിട്ടില്ലായിരുന്നു. യൂസുഫ് നബിയുടെ ജേണി, യൂസുഫ് നബിയുടെ ജീവിതയാത്ര എന്ന് പറയുന്നത് അതൊരിക്കലും അത്ര ഈസി ആയിരുന്നില്ല. അതൊരിക്കലും എളുപ്പമുള്ളതായിരുന്നില്ല. അന്ന് താൻ എറിയപ്പെട്ട കിണറ്റിൽ നിന്ന് അന്യരായ ചില മനുഷ്യർ യൂസുഫ് നബിയെ കിണറ്റിൽ നിന്നും പൊക്കിയെടുത്തിട്ട് ഒരടിമയായിട്ട് വിൽക്കപ്പെട്ടു. താൻ പോലും അറിയാത്ത ചെയ്യാത്ത തെറ്റിന് ജയിലിൽ കഴിയേണ്ടി വന്നു. എന്നിട്ടും യൂസുഫ് നബി തൻ്റെ ക്ഷമയും വിശ്വാസവും കൈവിടാതെ സൂക്ഷിച്ചു വെച്ചു. നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്, നമ്മളെല്ലാവരും പലപ്പോഴായിട്ടും നമ്മളുടെ വിഷമത്തെ നമ്മൾ ദേഷ്യമാക്കി മാറ്റാറുണ്ട്. അത് നമ്മൾ പോലും അറിയാതെ ചെയ്യുന്ന കാര്യങ്ങളാണ്. പക്ഷേ നമുക്ക് ആ വിഷമം താങ്ങാൻ കഴിയാതെ നമ്മൾ അള്ളാഹുവിനോട് തന്നെ ചോദ്യം ചെയ്യാൻ തുടങ്ങുമ്പോൾ അവിടെയാണ് നമ്മുടെ യൂസുഫ് നബി അലൈഹിസ്സലാമ തങ്ങളുടെ സ്റ്റോറി എന്ന് പറയുന്നത് നമ്മൾക്ക് എല്ലാവർക്കും മാതൃകയാവുന്നത്. ഈ ലോകം നമ്മളെ വിശ്വസിച്ചിട്ടില്ലെങ്കിലും നമ്മളുടെ വിശ്വാസം നമ്മളെ കൈവിടരുത്. ഇവൻ അതിപ്പോൾ ഈ ലോകത്ത് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളാണ് സംഭവിക്കുന്നതെങ്കിലും, നിങ്ങളൊട്ടും ആഗ്രഹിക്കാത്ത കാര്യമാണ് സംഭവിക്കുന്നതെങ്കിലും, നമ്മൾക്ക് അള്ളാഹുവിലുള്ള വിശ്വാസം അതെപ്പോഴും നമ്മൾ മുറുകെ പിടിക്കണം. യൂസുഫ് നബിയുടെ പവിത്രതയും വളരെ നല്ല സ്വഭാവമുള്ളത് കാരണം അവസാനം ഈജിപ്തിലെ ഒരു നേതാവായി മാറിക്കഴിയാൻ സാധിച്ചു. തൻ്റെ സഹോദരങ്ങൾ എറിയപ്പെട്ട കിണറ്റിൽ നിന്നും ഉയർന്ന പദവിയുള്ള ഒരു മനുഷ്യൻ അൽ അസീസ് എന്നിവരുടെ വലിയ കൊട്ടാരത്തിലേക്ക് അടിമയായിട്ട് യൂസുഫ് നബി അലൈഹിസ്സലാമ തങ്ങൾക്ക് പോവേണ്ടി വന്നു. അവിടുന്നാണ് യൂസുഫ് നബി അലൈഹിസ്സലാമ തങ്ങൾ ഏറ്റവും സുന്ദരനായ ഒരു യുവാവായി വളരുന്നത്. ബോത്ത് ഇൻസൈഡ് ആൻഡ് ഔട്ട്, ഉള്ളിലും പുറമേയും ഏറ്റവും സുന്ദരമായിരുന്നു യൂസുഫ് നബി. ഓരോ വേദനയും ഡീപ്പായിട്ട് ആഴത്തിൽ അനുഭവിക്കാൻ കഴിയുമായിരുന്നു യൂസുഫ് നബിക്ക്. പക്ഷേ ഒരുപാട് വിഷമങ്ങൾ സഹിച്ചത് കൊണ്ട് ഒരിക്കലും യൂസുഫ് നബി തൻ്റെ ക്യാരക്ടർ, തൻ്റെ സ്വഭാവം ഒരിക്കലും മോശമാക്കിയിട്ടില്ല. അതൊരിക്കലും മോശപ്പെട്ട രീതിയിലേക്ക് മാറിയിട്ടില്ല. താൻ ഒരുപാട് വേദന അനുഭവിച്ചത് കൊണ്ട് മാത്രം തൻ്റെ സ്വഭാവം ഒരിക്കലും നഷ്ടപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് നമ്മളെല്ലാവരും യൂസുഫ് നബിയെ പോലെ ആവാൻ ശ്രമിക്കണം. ചതിക്കപ്പെട്ടിട്ടും വേദനിക്കപ്പെട്ടിട്ടും താൻ ചെയ്യാത്ത കുറ്റത്തിന് ജയിലിൽ കിടക്കേണ്ടി വന്നിട്ടും യൂസുഫ് നബിയുടെ സ്വഭാവം ഒരു തരി പോലും മാറിയിട്ടില്ല. എപ്പോഴും അള്ളാഹുവിനോട് ശുക്ർ പറയുമായിരുന്നു. ഈ ഒരു ടൈപ്പ് ഓഫ് മെൻറ്റാലിറ്റി, ഈ ഒരു തരത്തിലുള്ള ഒരു ചിന്താഗതിയാണ് നമ്മളെല്ലാവരും നമ്മളുടെ ജീവിതത്തിലും ചെയ്യാൻ ശ്രമിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഓഫ് കോഴ്സ് അതൊരിക്കലും ഈസി ആവുന്നില്ല. നമുക്കെല്ലാവർക്കും പറയാൻ എളുപ്പമാണ്. പക്ഷേ ശരിക്കും റിയലായിട്ട് നമ്മൾ ഇതൊക്കെ ചെയ്യാൻ തുടങ്ങിയാൽ ഒരു മിറാക്കിള്, ഒരു അത്ഭുതം തന്നെ നമ്മളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ജസ്റ്റ് ആസ് ലൈക്ക് യൂസുഫ് നബി. യൂസുഫ് നബിക്ക് ആരും ഉണ്ടായിരുന്നില്ല, പക്ഷേ അള്ളാഹു മതിയായിരുന്നു. എത്ര തകർന്ന സാഹചര്യം തൻ്റെ ജീവിതത്തിൽ വന്നാലും അള്ളാഹുവിനെ വിശ്വസിച്ച് മുന്നോട്ട് പോകുമായിരുന്നു.
ആ ഒരു വിശ്വാസം കാരണം തന്നെ യൂസുഫ് നബിയുടെ ജീവിതത്തിൽ ഒരുപാട് അത്ഭുതങ്ങൾ സംഭവിക്കാൻ തുടങ്ങി. യൂസുഫ് നബി കിണറ്റിൽ നിന്ന് രക്ഷിക്കപ്പെട്ടപ്പോൾ അത് മറ്റൊരു അത്ഭുതമായി മാറി. പക്ഷേ പിന്നീട് കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ കാര്യങ്ങളൊക്കെ മാറി തുടങ്ങാൻ ആരംഭിച്ചു. സുലൈഖ യൂസുഫ് നബിയുടെ ജീവിതത്തിലെ വൺ ഓഫ് ദ മോസ്റ്റ് ബിഗ്ഗസ്റ്റ് ടെസ്റ്റ് ആയിരുന്നു. ഏറ്റവും വലിയ പരീക്ഷണമായിരുന്നു സുലൈഖ. അവർ യൂസുഫ് നബിയുടെ സൗന്ദര്യത്തിൽ ഒരുപാട് ആകൃഷ്ടയായിരുന്നു. സൗന്ദര്യത്തിൽ മാത്രമല്ല, യൂസുഫ് നബിയുടെ സ്വഭാവത്തിലും ആ ഒരു പ്യുവറായിട്ടുള്ള ഹേർട്ട്, ശുദ്ധമായ ഹൃദയത്തിനും യൂസുഫ് നബിയുടെ ആ ഒരു ശാന്തതയിലും അവർ വീണുപോയി. അങ്ങനെ ഒരു ദിവസം സുലൈഖക്ക് തൻ്റെ പ്രണയം ഒരാവേശമായി മാറി. അത്രമേൽ യൂസുഫ് നബിയെ ആഗ്രഹിക്കാൻ തുടങ്ങി. ആ ഒരു ഭയങ്കരമായ ആഗ്രഹത്താൽ അവർ യൂസുഫ് നബിയുടെ മനസ്സ് വശീകരിക്കാൻ ശ്രമിച്ചു. പക്ഷേ യൂസുഫ് നബിയുടെ മറുപടി ഇങ്ങനെയായിരുന്നു: ഞാൻ അള്ളാഹുവിലെ രക്ഷ തേടുന്നു. തീർച്ചയായിട്ടും എന്നെ നല്ല രീതിയിൽ നയിച്ച റബ്ബാണ് അള്ളാഹു. യൂസുഫ് നബി അള്ളാഹുവിൻ്റെ ഭയമുള്ളതുകൊണ്ട് ആ ഒരു കാര്യത്തെ നിരസിച്ചു. യൂസുഫ് നബിക്ക് സുലൈഖയുടെ കൂടെ പോകാമായിരുന്നു. യൂസുഫ് നബിക്ക് സന്തോഷവും എളുപ്പവും ചൂസ് ചെയ്യായിരുന്നു, തിരഞ്ഞെടുക്കായിരുന്നു. പക്ഷേ യൂസുഫ് നബി അള്ളാഹുവിനെയായിരുന്നു തിരഞ്ഞെടുത്തത്. യൂസുഫ് നബിയെ വശീകരിക്കുന്നതിൻ്റെ ഇടയിൽ സുലൈഖ യൂസുഫ് നബിയുടെ വസ്ത്രം വരെ കീറി മുറിച്ചു. ആ ഒരു സമയത്ത് തൻ്റെ ഭർത്താവായ അസീസ് കടന്നു വന്നു. അങ്ങനെ ഈ ഒരു കാര്യം മറക്കാൻ വേണ്ടിയിട്ട് സുലൈഖ കള്ളം പറഞ്ഞിട്ട് യൂസുഫ് നബി ചെയ്യാത്ത കാര്യം പറഞ്ഞു. യൂസുഫ് എന്നെ വശീകരിക്കാൻ ശ്രമിച്ചു. അങ്ങനെ സുലൈഖ കള്ളം പറഞ്ഞു. യൂസുഫ് നബി വീണ്ടും ജയിലിൽ കഴിയേണ്ടി വന്നു. നമ്മളൊന്ന് ഇമാജിൻ ചെയ്തൊക്കെ, നമ്മൾ ശരിയായ ഒരു കാര്യം തിരഞ്ഞെടുത്തിട്ട് അതിന് നമ്മൾ ശിക്ഷ വാങ്ങിക്കേണ്ടി വരുന്ന അവസ്ഥ. അതായിരുന്നു യൂസുഫ് നബിയും കടന്നുപോയിക്കൊണ്ടിരുന്നത്. സുലൈഖക്ക് എല്ലാം ഉണ്ടായിരുന്നു. സൗന്ദര്യവും പണവും അധികാരവും അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ യൂസുഫ് നബി പോയപ്പോൾ ഒന്നുമല്ലാത്തവളായി മാറി. ഒരു കാലത്ത് ആഡംബരവും അഹങ്കാരവും ഉണ്ടായിരുന്ന സുലൈഖ ഇപ്പോൾ തൻ്റെ വിഷമം കാരണം ഒരുപാട് കരഞ്ഞിരുന്നു. ആ ഒരു വിഷമത്താൽ തിരികെ അള്ളാഹുലേക്ക് തിരിച്ചു വന്നു. ഒരുപാട് തവണ കരഞ്ഞിട്ടുണ്ടായിരുന്നു. ചില റിപ്പോർട്ടിൽ സുലൈഖ കരഞ്ഞ് തൻ്റെ കാഴ്ചശക്തി നഷ്ടപ്പെടുന്നത് വരെ കരഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയിരിക്കെ യൂസുഫ് നബി ഈജിപ്തിൻ്റെ നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ടു. ആ ഒരു സമയത്ത് സുലൈഖ വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. പക്ഷേ ഈ സമയത്ത് വശീകരിക്കാൻ വേണ്ടിയിട്ടല്ല, ഒരു യഥാർത്ഥ സ്നേഹം എങ്ങനെയാണെന്ന് തിരിച്ചറിഞ്ഞിട്ടായിരുന്നു ആ വരവുണ്ടായത്. യൂസുഫിനോട് താൻ ചെയ്ത കാര്യത്തിൽ ക്ഷമ ചോദിക്കുകയും ചില റിപ്പോർട്ടുകളിൽ യൂസുഫ് നബി സുലൈഖയ്ക്ക് പുറത്തു കൊടുത്തതുമായിട്ട് പറയപ്പെടുന്നുണ്ട്. പിന്നീട് സുലൈഖ തൻ്റെ ഭർത്താവായ അസീസിനെ വിട്ട് അള്ളാഹുലേക്ക് തിരിച്ചു വന്ന് യൂസുഫ് നബിയും സുലൈഖയും പിന്നീട് വിവാഹം കഴിച്ചു. അങ്ങനെ കുറച്ചു കാലത്തിന് ശേഷം തന്നെ കിണറ്റിലിട്ട തൻ്റെ അതേ സഹോദരന്മാർ ഈജിപ്തിലേക്ക് ധാന്യഭക്ഷണത്തിന് വേണ്ടി വന്നു. ആ സഹോദരന്മാർ യൂസുഫ് നബിയെ തിരിച്ചറിഞ്ഞില്ല. പക്ഷേ യൂസുഫ് നബി തൻ്റെ സഹോദരന്മാരെ തിരിച്ചറിഞ്ഞിരുന്നു. യൂസുഫ് നബി സ്വയം പറഞ്ഞിരുന്നു, ഞാനാണ് യൂസുഫ്, നിങ്ങളാണ് എൻ്റെ സഹോദരന്മാർ. അത് കേട്ടപ്പോൾ അവർ മൊത്തത്തിൽ ഷോക്കായിരുന്നു. അവർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ യൂസുഫ് നബി തൻ്റെ സഹോദരങ്ങളോട് എന്താണ് പറഞ്ഞത്? എനിക്കൊരു പരാതിയുമില്ല, അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരട്ടെ. അങ്ങനെ യൂസുഫ് നബി തൻ്റെ സഹോദരങ്ങൾക്ക് പുറത്തു കൊടുത്തു. യാക്കൂബ് നബി തൻ്റെ മകൻ യൂസുഫ് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു എന്ന് കേട്ടപ്പോൾ ഒരുപാട് കരഞ്ഞുപോയി. പക്ഷേ സങ്കടത്തോടല്ല കരഞ്ഞത്, ഇപ്രാവശ്യം പ്രതീക്ഷയുടെ കരച്ചിലായി. യൂസുഫ് നബിയുടെ വസ്ത്രത്തിൽ തൻ്റെ കണ്ണുകൾ വെച്ചപ്പോൾ തൻ്റെ കാഴ്ച, ഒരുപാട് കാലം നഷ്ടപ്പെട്ട കാഴ്ച തിരിച്ചു കിട്ടി. അവരിരുവരും കണ്ടുമുട്ടിയപ്പോൾ അവർ സംസാരിച്ചില്ല. ആദ്യം അവർ കരഞ്ഞു, രണ്ടുപേരും കെട്ടിപ്പിടിച്ച് കരഞ്ഞു. സോ ഇതായിരുന്നു യൂസുഫ് നബിയുടെ കഥ. ഞാൻ മുഴുവനായി ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞിട്ടില്ലെങ്കിലും കുറേയൊക്കെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഒരു കഥയിൽ നമ്മൾ പഠിച്ചിരിക്കേണ്ട കുറച്ച് പാഠങ്ങളുണ്ട്. നമ്മൾ മറ്റുള്ളവർക്ക് പൊരുത്തു കൊടുക്കണം. അവരത് അർഹിക്കുന്നത് കൊണ്ടല്ല, മറിച്ച്
നമ്മളുടെ സമാധാനത്തിന് വേണ്ടിയിട്ട് നമ്മൾ അവർക്ക് പൊരുത്തു കൊടുക്കണം. എപ്പോഴും നമ്മൾ ക്ഷമയുള്ളവരാവണം. അള്ളാഹുവിനെ നമുക്ക് എന്തോ വലുത് തരാനുണ്ട്, അതുകൊണ്ടാണ് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യിപ്പിക്കുന്നത്. നമുക്കുള്ളത് ആ ഒരു സമയമാകുമ്പോൾ വരും. അതുവരെ നമ്മൾ ക്ഷമിച്ച് വിശ്വസിച്ച് മുന്നോട്ട് പോകണം. മറ്റുള്ളവർ നിങ്ങളെ തെറ്റിദ്ധരിക്കുകയാണെങ്കിലും നമ്മൾ ശരിയായ കാര്യം ചെയ്യണം. അള്ളാഹു അത് കാണുന്നുണ്ട്, അള്ളാഹു തിരിച്ചറിയുന്നുണ്ട്. സോ നമ്മൾ അള്ളാഹുവിൻ്റെ പ്ലാന് വിശ്വസിച്ച് മുന്നോട്ട് പോകണം. ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്യുക. അസ്സലാമു അലൈക്കും.